+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് പ്രോഗ്രാംസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്, അതായത് ഏതൊക്കെ കോഴ്സസ് ആണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണമെന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആദിൽ സാർ കണ്ടക്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ, ഒരു ഡിഗ്രിയുടെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അക്കാഡമിക് പ്രോഗ്രാംസ് 3 ഇയർ പ്രോഗ്രാംസ് ഉണ്ട്, 4 ഇയർ പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ അതല്ലാതെ പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ സ്റ്റുഡൻസ് നമ്മളോട് എൻക്വയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ സബ്ജക്റ്റാണ്, ഏതൊക്കെ കോഴ്സസ് ആണ്, ഏതൊക്കെ പ്രോഗ്രാംസ് ഒക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, UGC PSC എല്ലാം അംഗീകൃതമാണ്. നിങ്ങൾക്ക് മലയാളത്തിലും എക്സാം എഴുതാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അക്കാഡമിക് പ്രോഗ്രാംസിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വരുന്നത് നമുക്ക് 4 ഇയർ UG ഹോണേഴ്സ് പ്രോഗ്രാംസ് ആണ് നമുക്ക് വരുന്നത്. 4 ഇയർ UG പ്രോഗ്രാംസിൽ നമുക്ക് 6 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ 6 സബ്ജക്റ്റുകളാണ് വരുന്നത്. BBA, BCom, BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, BA മലയാളം, BA സോഷ്യോളജി, ഇങ്ങനെ 6 സബ്ജക്റ്റാണ് നമുക്ക് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ വരുന്നത്. ഇനി നിങ്ങൾ ഡിഗ്രിയിൽ ഒരു ഡിഗ്രി ഹോൾഡർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു ഡിഗ്രി വേണം അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ ആവുമ്പോഴേക്കും ഇത് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. അല്ല, PhD ഫോക്കസ് ചെയ്യുന്ന, നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4 ഇയറും കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നത് 3 ഇയർ UG ഡിഗ്രി പ്രോഗ്രാംസ് ആണ്. അതിൽ 10 സബ്ജക്റ്റ്, അതായത് 10 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് ഇതിനകത്തുള്ളത്. അതായത് 3 ഇയർ UG ഡിഗ്രി പ്രോഗ്രാമിൽ 10 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ BA അറബിക്, BA ഹിന്ദി, BA എക്കണോമിക്സ്, BA സൈക്കോളജി ഒക്കെ നമുക്ക് ഈ 10 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ, ഈ 10 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ഈ കോഴ്സസ് മാത്രമല്ല, ഇനി നിരവധി കോഴ്സസ് നമുക്ക് 3 ഇയർ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിനകത്ത് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൽ 12 പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ MA എക്കണോമിക്സ്, MA ഫിലോസഫി, MA മലയാളം, MA ഹിന്ദി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ 12 പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ മാത്രം പറഞ്ഞിട്ടുള്ളത്. ഇനിയും നിരവധി കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ അക്കാഡമിക് പ്രോഗ്രാംസ് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ആരും മടിച്ചിരിക്കേണ്ട. നമുക്ക് UGC BSc എല്ലാം അപ്രൂവ്ഡ് ആണ്. വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഡിഗ്രി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. നിലവിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, നമ്മുടെ ഇവിടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നത് BA സോഷ്യോളജി, BA മലയാളം മാത്രമാണ് കേട്ടോ നിലവിൽ. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. അപ്പോൾ ഇനി +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദിൽ സാറ് കണ്ടക്ട് ചെയ്യുന്ന ഡിഗ്രിയുടെ ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. എമൗണ്ട് ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ അതിന് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.